നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ സ്വന്തം ചേലക്കരയിലും ഡോക്ടർ ടൂൾസിന്റെ പുതിയ പവർ ടൂൾസ് ഷോപ്പ് തുടങ്ങിയ വാർത്ത. നല്ല ക്വാളിറ്റിയുള്ള വാറന്റിയുള്ള ലൈഫ് ടൈം സർവീസ് സപ്പോർട്ട് നൽകുന്ന ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള പവർ ടൂളുകൾ കുറഞ്ഞ വിലയിൽ ഇനി ചേലക്കരയിലെ മേപ്പാടം ജംഗ്ഷനിലുള്ള ഡോക്ടർ ടൂൾസ് ഷോപ്പിൽ സന്ദർശിക്കൂ. ഡോക്ടർ ടൂൾസ്, പവർ ടൂൾ സ്പെഷ്യലിസ്റ്റ്. ബുധനാഴ്ച നടക്കുന്ന എളനാട് തെണ്ടൻകാവ് ഭഗവതി സഹായം ഉച്ചാരൽ താലപ്പൊലിക്കുള്ള ഒരുക്കങ്ങളുമായി കിഴക്കൻ ദേശം. കിഴക്കൻ ദേശത്തിന്റെ നേതൃത്വത്തിൽ അമലൂർ ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുമാണ് ഉച്ചാരൽ താലപ്പൊലി ഉത്സവത്തിന് തുടക്കമാകുന്നത്. ആചാരാനുഷ്ഠാനങ്ങളാൽ സമ്പന്നമായ എളനാട് തെണ്ടൻകാവ് ഉച്ചാരൽ താലപ്പൊലി മഹോത്സവത്തിന്റെ അവിഭാജ്യ ഘടകമാണ് കിഴക്കൻ ദേശം. പ്രായഭേദമന്യേ ഉച്ചാരൽ താലപ്പൊലിക്ക് കിഴക്കൻ ദേശത്തിലെ ഓരോ വ്യക്തികളും ആഘോഷങ്ങൾക്കുള്ള ഒരുക്കത്തിലാണ്. മുൻ തലമുറക്കാർ കാത്തുസൂക്ഷിച്ച പൈതൃകം ഉൾക്കൊണ്ടുകൊണ്ടാണ് കിഴക്കൻ ദേശം താലപ്പൊലി മഹോത്സവത്തിൽ നിറസാന്നിധ്യമാകുന്നത്. അമ്മേ ശരണം, ദേവീ ശരണം. എളനാട് തെണ്ടൻകാവ് ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന ഉച്ചാരൽ താലപ്പൊലിയെക്കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. 1926 ഫെബ്രുവരി മാസം 11-ാം തീയതി ബുധനാഴ്ചയാണ് നമ്മുടെ ഉച്ചാരൽ താലപ്പൊലി മഹോത്സവം കൊണ്ടാടുന്നത്. അപ്പോൾ അതിവിപുലമായ രീതിയിലാണ് അത് കൊണ്ടാടി പോകുന്നത്. 4 ദേശമായി തിരിച്ചിട്ടുണ്ട്. കിഴക്കൻ ദേശത്തിലെ പ്രതിനിധികളാണ് ഞങ്ങൾ. കിഴക്കൻ ദേശം, വടക്കൻ ദേശം, എളനാട് ദേശം, തെക്കൻ ദേശം, അങ്ങനെ 4 ദേശമായിട്ടാണ് തിരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ 4 ദേശത്തു നിന്ന് രാവിലെ ഏതാണ്ട് ഒരു 9 മണിക്ക് 11 മണിക്ക് എളനാട് തെണ്ടൻകാവിൽ എത്തുന്ന രീതിയിലായിരിക്കും ആനപ്പൂരം കൊണ്ടുപോകുന്നത്. അത് ഞങ്ങൾ കിഴക്കൻ ദേശത്തിൻ്റെ പ്രതിനിധിയാണ്. അതുപോലെ 4 ദേശത്തും നല്ല 4 ആനകളുണ്ടാവും. പിന്നെ അതിന് പുറമെ 13 കാള, കുതിര കലാരൂപങ്ങൾ അത് വേറെയും കാണും. അപ്പോൾ ആനപ്പൂരത്തിന് പുറമെ ഈ കാള, കുതിര എന്നീ ദേശങ്ങളുടെ അതിവിപുലമായി കൊണ്ടാടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ്. അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അതൊക്കെ ഞങ്ങളിപ്പോൾ ഒരു വർഷമായിട്ട് ഒരു മാസമായിട്ട് ഇതിൻ്റെ പുറകിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് നമ്മൾ ഈ ഓരോ ദേശത്തിൽ ഓരോ ദിവസം പരിപാടി പറയെടുപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പറയെടുപ്പ് വന്ന് ഫെബ്രുവരി മാസം 4 ബുധനാഴ്ച കൊടിയേറ്റം കഴിഞ്ഞു. പറയെടുപ്പ് ശനിയാഴ്ച 7-ാം തീയതി ശനിയാഴ്ചയായിരുന്നു. അതെല്ലാം വിവിധ രീതിയിൽ വെളിച്ചപ്പാട് വരികയും കൊട്ടുമ്പോഴൊക്കെ ആയിട്ടാണ് ഓരോ വീട്ടുകളിലും ഓരോ ദേശങ്ങളിലും പോയി പറയെടുപ്പ് നടത്തിയത്. അതിവിപുലമായി തന്നെ ഇത് വളരെ വിശേഷാൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പൂരമാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ പ്രതിനിധിയായിട്ട് ഏതാണ്ട് ഒരു 10 വർഷത്തോളം എൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ കിഴക്കൻ ദേശത്തിലെ പരിപാടികൾക്ക് ചുക്കാൻ പിടിക്കുന്ന മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് തന്നെ. കിഴക്കൻ ദേശത്തെ കൂടാതെ വടക്കൻ ദേശവും എളനാട് തൃക്കണായ ദേശങ്ങളും ഉത്സവ തിമിർപ്പിലാണ്. കിഴക്കൻ ദേശത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഉച്ചാരൽ താലപ്പൊലി മഹോത്സവ പരിപാടികളെക്കുറിച്ച് ദേശ കമ്മിറ്റി ഭാരവാഹിയായ സുരേന്ദ്രൻ പാറക്കോട് വിശദമാക്കുന്നു. ഞങ്ങൾ കിഴക്കൻ ദേശത്തിൻ്റെ ആന പോകുന്നത്, തിടമ്പേറുന്നത് ചിറക്കൽ പരമേശ്വരനാണ്. ആന രാവിലെ ഒരു 10 മണിക്ക് ഇവിടുന്ന് പുറപ്പെടുന്നതായിരിക്കും. അതുപോലെ 11 മണിക്ക് മുമ്പ് എളനാട് തെണ്ടൻകാവിൽ വെച്ച് അത് പകലത്തെ പൂരം അവസാനിക്കും. പിന്നെ കൂട്ടെഴുന്നള്ളിപ്പ് 3 മണിക്കാണ് തെണ്ടൻകാവിൽ നിന്ന് കൊട്ടാരം വാതിൽമാടം ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. എല്ലാം സംയുക്തമായിട്ട് തന്നെയാണ് അവിടുന്ന് പോകുന്നത്. അതിന് പുറമെ കാളയും കുതിരയും എല്ലാ ആഘോഷങ്ങളും അതിന് പുറമെ കൊട്ടാരം വാതിൽമാടം ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോകുന്നതാണ്. പിന്നെ പുലർച്ചെ രാത്രി 9 മണിക്ക് ഈ അമലൂർ ഈ ഭാഗത്ത് വെച്ച് ഒരു തായമ്പക ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ രാത്രി പുലർച്ചെ 1 മണിക്ക് വാതിൽമാടം ഭഗവതി ക്ഷേത്രത്തിൽ കൂട്ടെഴുന്നള്ളിപ്പും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. രാവിലെ 6 മണിയോട് ഏതാണ്ട് പര്യവസാനിക്കും പൂരം. ന്യൂസ് ഡെസ്ക് CCV.